രാവിലെ കാണാൻ തുടങ്ങി. അതായത് 3 പ്രധാന കാര്യങ്ങൾ അതിനെപ്പറ്റിയുള്ള ക്ലാരിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ പത്രസമ്മേളനം വിളിച്ചത്. ഒന്നാമത്തെ കാര്യം, ഈ മുനമ്പം ഭൂമി വഖഫ് ആണോ അല്ലയോ എന്ന ഇപ്പോൾ നടന്നു വരുന്ന വിവാദങ്ങൾ. രണ്ടാമത്, ഈ വഖഫ് ഭൂമി ഇത് വഖഫ് ചെയ്യുന്ന സമയത്ത് ഇവിടെ താമസക്കാരായിട്ടുള്ള ഉണ്ടായിരുന്നുവെങ്കിൽ അവർക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന പ്രശ്നപരിഹാരങ്ങൾ ഏത് വിധത്തിൽ എന്നതിനെ സംബന്ധിച്ച്. മൂന്നാമത്തേത്, ഈ വിഷയത്തിൽ മുസ്ലിം ലീഗിനെ വലിച്ചഴക്കുന്ന വിധത്തിൽ ഉള്ള വാർത്തകളെ സംബന്ധിച്ച്. ഈ 3 കാര്യങ്ങളെ പറ്റിയുള്ള ഒരു നിലപാട് വിശദീകരിക്കുക എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ പോയിന്റ്, ഇത് വഖഫ് ഭൂമിയാണോ അല്ലയോ? ചില ആളുകൾ പറഞ്ഞു തരുന്നുണ്ട് ഇത് വഖഫ് ഭൂമിയല്ല. അതിനെപ്പറ്റി ആദ്യമായിട്ട് ഞാൻ പ്രതികരിക്കുകയാണ്. ഇത് വഖഫ് ഭൂമി തന്നെയാണ്. അത് വഖഫ് ഭൂമിയല്ല എന്നുള്ള വാദം തെറ്റാണ്. നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. ഇത് എല്ലാറ്റിനും രേഖയുണ്ട്. 1950 ഫാറൂഖ് കോളേജിന് വേണ്ടി മുഹമ്മദ് സിറാജ് സേഠ് എന്ന വ്യക്തി വഖഫ് ചെയ്തത് രേഖകളെല്ലാം കൊണ്ട് റെഡിയാണ്. മാത്രമല്ല, റവന്യൂ രേഖകൾ പരിശോധിച്ചാൽ യാതൊരുവിധ സംശയമില്ലാത്ത വിധത്തിൽ ഞാൻ ഈ പറഞ്ഞ വ്യക്തി വഖഫ് ചെയ്തതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. മാത്രമല്ല, മുൻ LDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് നിയോഗിച്ചിട്ടുള്ള നിസാർ കമ്മിറ്റി, 2 പേരുണ്ടായിരുന്നു, ജസ്റ്റിസ് ആയിരുന്നത്. ആ നേതൃത്വമുള്ള കമ്മിറ്റി, ആ കമ്മിറ്റിയിൽ കൃത്യമായി ഇത് വഖഫ് ഭൂമി തന്നെയാണ് എന്ന് വ്യക്തമാക്കിയിട്ടുള്ള കാര്യം. അപ്പോൾ അത് സംബന്ധിച്ച് ഉള്ള കാര്യം എന്ന് പറയുന്നത്, ഇത് ഏത് വിധത്തിൽ നോക്കിയാലും ഈ രേഖകൾ പ്രകാരം വഖഫ് എന്നതിൽ യാതൊരു തർക്കത്തിൻ്റെയും ആവശ്യമില്ല. അതുകൊണ്ട് ആ കാര്യത്തിൽ ഞങ്ങളത് വ്യക്തമാക്കും. രണ്ടാമത്തെ കാര്യം, ഇവിടെ ഏതെങ്കിലും വിധത്തിൽ അന്ന് താമസക്കാരുണ്ടായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് വലിയ മാനസിക പ്രശ്നമുണ്ട്. കാര്യം അവരെ ഇറക്കി വിട്ടാൽ അവരെന്ത് ചെയ്യും? അതുകൊണ്ട് ഇത് വഖഫ് സ്വത്താണെന്ന സത്യം നിലനിർത്തിക്കൊണ്ട് തന്നെ ഇവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത വിധത്തിൽ എങ്ങനെ പരിഹരിക്കാൻ പറ്റുമെന്ന കാര്യം ഗവൺമെൻറ് ഗൗരവമായി ആലോചിച്ച് ചെയ്യേണ്ട കാര്യം. മൂന്നാമത്തെ കാര്യം, മുസ്ലിം ലീഗിനെ ഇതിൽ വളച്ചടിച്ച് പത്രങ്ങളിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയുണ്ട്. മുസ്ലിം ലീഗ് പാർട്ടി ഇക്കാര്യത്തിൽ ചില തർക്കങ്ങളുണ്ട് അല്ലെങ്കിൽ വിവാദങ്ങളുണ്ട് എന്നത് കണ്ടു. അതിനെപ്പറ്റി കൂടി ഞാൻ വിശദീകരിക്കാം. മുസ്ലിം ലീഗിന് ഇക്കാര്യത്തിൽ ഒരു വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ള സംഘടന എന്ന സ്വഭാവത്തിലേക്ക് നീക്കുന്നത് തെറ്റായ നടപടിയാണ്. മുസ്ലിം ലീഗ് ഒരു ഘട്ടത്തിൽ ഇത് വഖഫ് സ്വത്തല്ല എന്ന് പറഞ്ഞിട്ടേയില്ല. അതേസമയത്ത് കേരള അസംബ്ലിയിൽ മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധി KP മജീദ് സമയമെടുത്ത് ഇതൊരു വഖഫ് ഭൂമി തന്നെയാണ് എന്ന് കൃത്യമായി രേഖകൾ മുഖേന തെളിയിക്കുന്ന വിധത്തിൽ കേരള അസംബ്ലിയിൽ സംസാരിച്ചിട്ടുള്ളത്. KM ഷാജിയുടേതായിട്ടുള്ള ഒരു പ്രസ്താവന പ്രസ്താവനയില്ല, അദ്ദേഹം ഇന്നലെ വ്യക്തമാക്കിയ ഒരു കാര്യം, മുസ്ലിം ലീഗ് ഒരിക്കലും ഇത് വഖഫ് ഭൂമി അല്ല എന്നുള്ള നിലപാട് എടുത്തിട്ടില്ലെന്നാണ്. ആ കാര്യം വസ്തുതയുടെ അടിസ്ഥാനത്തിലാണ്
അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല മറ്റൊരു സംഗതിയിൽ വലിച്ചഴിക്കുന്നത് ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ ആയിട്ട് ചോദിച്ച സമയത്ത് പത്രക്കാർ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു മുസ്ലിം ലീഗിൻ്റെ തീരുമാനം ബഹുമാനപ്പെട്ട തങ്ങൾ എടുത്തു കഴിയുകയും അറിയിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അതിൽ വിവാദമാക്കേണ്ട കാര്യമില്ല. ബഹുമാനപ്പെട്ട ശിഹാബ് തങ്ങൾ ഒരു ഘട്ടത്തിൽ പോലും ഇത് വഖഫ് സ്വത്തല്ല എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതെല്ലാം വെളിച്ചത്തിൽ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യത്തിലുള്ള നിലപാട് വളരെ വ്യക്തമാണ്. മുസ്ലിം ലീഗ് തീർച്ചയായിട്ടും മറ്റൊരു കാര്യത്തിന് കൂടി ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചിട്ടുണ്ട്. ഇപ്പം മാത്രമല്ല എന്നും. അതായത് മറ്റ് ജനവിഭാഗങ്ങൾ തമ്മിൽ വസ്തുതകളുടെ അടിസ്ഥാനത്തിലല്ലാതെ എന്തെങ്കിലും വിവാദങ്ങളോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ ഉയർന്നു വരികയാണെങ്കിൽ അവിടെ ശാന്തി മന്ത്രവുമായി പോയ ഒരു പാരമ്പര്യം മുസ്ലിം ലീഗിനുണ്ട്. ഇതിൽ മാത്രമല്ല എല്ലായിടത്തും അതുപോലുള്ള സമീപനങ്ങൾ ജനങ്ങൾക്കിടയിൽ സൗഹൃദമുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ മുസ്ലിം ലീഗ് ഏത് കാലത്തും എടുത്തിട്ടുണ്ട്. അതല്ലാതെ ഈ നിലയിൽ മറ്റൊരു വ്യാഖ്യാനത്തെ നടത്തുന്നു. ഇതാണ് വ്യക്തമാക്കാനുള്ള കാര്യം. പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതികരണമാണല്ലോ ഇപ്പോൾ പിന്നീട് വന്നത്, ഈ വഖഫ് ഭൂമിയെല്ലാം. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തോട് നേരിട്ട കാര്യം പറയണ്ടേ? അതല്ല എൻ്റെ വാക്കുകൾ. ഞങ്ങൾ പാർട്ടി എടുത്തു പോകുന്ന നിലപാട്